മിശിഹയിലേറ്റ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യാമാതാവ് നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ ബറോഡയിലെ ഷൈൻ മാതാവ് നമുക്ക് വളരെയേറെ പരിചിതയുമാണ്. ധാരാളം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മൾ ഓരോ ദിവസവും നമ്മൾ നേടുന്നുണ്ട്. ആ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമ്മൾ ഈ തിരുനാളിൽ പങ്കുകാരാകുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്കേവർക്കും ഭക്തിപൂർവം ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. പരിശുദ്ധൻ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളോർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിലും നവീകരണത്തിലും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാരഹസ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവുമായി കുർബാന യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തുനിന്ന് പ്രതിസ്നാന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചുടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുടർന്നാൽ അങ്ങെല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു, സകലത്തിനെയും നാഥായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും ആർദ്രനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. വരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിശുദ്ധ ദൈവമാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ പ്രിയ സഹോദരരെ, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 4 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ, ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥനുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാനും എന്നെ വിധിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. Oh
നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താൻ തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മിശിഹായിൽ ഏറെ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ജോബിയച്ച, വിൻസെന്റ് അച്ച, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, പരിശുദ്ധ അമ്മയുടെ തിരുനാള് നാം ഇന്ന് ആചരിക്കുകയാണ്. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു. വിരുന്നിന് ക്ഷണിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. വിരുന്നിന് ക്ഷണിക്കപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കം ചിലരേ ഉള്ളൂ. ഭൂരിഭാഗം പേരും ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ വിരുന്നൊരുക്കുമ്പോൾ ആ വിരുന്നിന് അവരാൽ ക്ഷണിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ക്ഷണിക്കപ്പെട്ടില്ലെങ്കിൽ അതിന് പരാതി പറയുന്നവരുമാണ്. ഇപ്രകാരം ഒരു വിരുന്നിൻ്റെ പശ്ചാത്തലമാണ് ഇന്ന് നാം ശ്രവിച്ച തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുക. കാനായിലെ കല്യാണ വീട്. ആ കല്യാണ വീട്ടിലേക്ക് ആ ആതിഥേയർക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടേക്ക് കടന്നു വന്ന ചിലരെക്കുറിച്ച് പ്രത്യേകം സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈശോയും ശിഷ്യന്മാരും ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. തുടർന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹമോട് പറഞ്ഞു വെക്കും, ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യം ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു. അമ്മ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നല്ല, അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ട് സുവിശേഷകൻ അവിടെ പറഞ്ഞു വെക്കുക. അതിനർത്ഥം ആ ആതിഥേയര് അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ടവർ തന്നെ ആയിരുന്നിരിക്കണം എന്നാണ്. എല്ലാവരും ആ കല്യാണ വീട്ടിലേക്ക് കടന്നു വന്നു. വിരുന്നിൻ്റെ ആഘോഷങ്ങൾ എല്ലാവരും മുഴുകുകയാണ്. അവിടെ നടക്കുന്ന ആ വലിയ വിരുന്നിൽ എല്ലാവരും സജീവമായിട്ട് പങ്കുചേർന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ നയനങ്ങൾ ചെന്നു പതിച്ചത് ആ ഭവനത്തിലെ അല്ലെങ്കിൽ ആ ആതിഥേയരെ അഭിമുഖീകരിക്കുവാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ്. എല്ലാവരും വിരുന്നിൻ്റെ ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന് നയനങ്ങൾ ചെന്ന് പതിച്ചത് ആ ആതിഥേയരെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ്. എന്തായിരുന്നു ആ പ്രതിസന്ധി? അവിടെ വീഞ്ഞ് തീർന്നു പോവുകയാണ്. നമുക്കറിയാം, വിരുന്ന് ഒരുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങണമെന്നാണ് ആഗ്രഹിക്കുക. ക്ഷണിക്കപ്പെട്ടവരെ ഭക്ഷിച്ച് തൃപ്തരാകാതെ ഒരുക്കിയിരിക്കുന്ന വിരുന്ന് എല്ലാവർക്കും തികയാതെ പോകുമ്പോൾ ആ ആതിഥേയരുടെ ശിരസ് ക്ഷണിക്കപ്പെട്ടവരുടെ മുമ്പിൽ താഴുവാനായിട്ട് ഇടയാകും. കൊറോണയ്ക്ക് മുമ്പ് നാട്ടിലെ ഒരു വലിയ പള്ളിയിൽ
തിരുനാൾ പ്രതിസന്ധിയായിട്ട് വളരെ മനോഹരമായിട്ട് ആ തിരുനാൾ നടത്തിയ ആ ചേട്ടൻ ഒരിക്കൽ എന്നെ വിളിച്ചപ്പോൾ പറയുകയുണ്ടായി, അച്ഛാ തിരുനാൾ വളരെ നന്നായിട്ട് വളരെ മനോഹരമായിട്ട് നടത്തുവാനായിട്ട് സാധിച്ചു. പക്ഷേ ഒരു ചെറിയൊരു കുറവ് ഉണ്ടായി. സ്നേഹവിരുന്ന് നടത്തിയപ്പോൾ ഒരു ചെറിയ പ്രശ്നം മൂലം എല്ലാവർക്കും ആ വിരുന്ന് തികയാതെ പോയി. വളരെ മനോഹരമായിട്ടാണ് തിരുനാൾ നടത്തിയത്. എല്ലാ സജ്ജീകരണങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്തു, നന്നായിട്ട് കാര്യങ്ങൾ നടത്തി. എന്നാൽ എല്ലാവരും ഇപ്പോൾ പറയുന്നത് ആ കുറഞ്ഞുപോയ സ്നേഹവിരുന്നിൻ്റെ കാര്യം മാത്രമാണ്. ഇതാണ് വിരുന്നിൻ്റെ കാര്യം. കാരണം ക്ഷണിക്കപ്പെടുന്നവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരാകുക എന്ന ലക്ഷ്യത്തോടെ വരുമ്പോൾ അത് തികയാതെ വരുമ്പോൾ എല്ലാവരും മറ്റെന്തൊക്കെ നന്നായാലും കുറ്റവും കുറവും പറയുന്നത് ആ വിരുന്ന് തികയാതെ പോയി എന്നാണ്. ഇവിടെ ആ അതിഥികളുടെ ശിരസ് സകലരുടെ മുമ്പിൽ താഴുവാനായിട്ട് ഇടയാകും ആ വീഞ്ഞ് തീർന്നു പോയാൽ. തന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ നനയുവാനായിട്ട് ഇടവരാതിരിക്കത്തക്ക വിധം അവരുടെ ആ പ്രതിസന്ധിയിലേക്ക് നോക്കിയ പരിശുദ്ധി അമ്മ അവർക്കവിടെ മാധ്യസ്ഥം വഹിക്കുകയാണ് അവർക്ക് വേണ്ടി. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറഞ്ഞു വെക്കുന്ന വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. സദാ സഹായമരുളുവാൻ സന്നദ്ധതയുള്ള അമ്മ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നമുക്ക് കൈവരാറുണ്ട്. ആ സന്തോഷങ്ങളിലും സൗഭാഗ്യങ്ങളിലുമൊക്കെ മതിമറന്ന് ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇപ്രകാരം ആ സന്തോഷങ്ങളിലും സൗഭാഗ്യങ്ങളിലും മതിമറന്ന് ആഹ്ലാദിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് നോക്കുവാനായിട്ടോ അവരുടെ വേദനകൾ മനസ്സിലാക്കുവാനായിട്ടോ അവരുടെ നനഞ്ഞ നയനങ്ങളെ തുടയ്ക്കുവാനായിട്ടോ നമ്മൾ എത്ര പേർക്ക് സാധിക്കാറുണ്ട്? പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നാം ആചരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനകളിലേക്ക് നോക്കുന്ന, അവരുടെ കണ്ണീരൊപ്പുവാൻ ആഗ്രഹിക്കുന്ന ആ അമ്മയുടെ മനോഭാവം സ്വന്തമാക്കുവാനായിട്ട് നമുക്കൊക്കെ എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ അനുദിനവും ആത്മശോധന ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണീർ തുടയ്ക്കുവാനായിട്ട് ഉരുമ്പിടുന്ന പരിശുദ്ധി അമ്മ അവൾ തന്റെ പുത്രനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. പുത്രന്റെ സന്നിധിയിൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധി അമ്മ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവ തിരുമുമ്പിലായിരുന്നു കൊണ്ട്. ഈ ഷ്രൈൻ ദേവാലയത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ കാര്യങ്ങൾ ദൈവ തിരുമുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ചുരുങ്ങുന്നവയല്ലേ? മറ്റുള്ളവരുടെ വേദനകളിലേക്ക് നോക്കിയിട്ട് അവർക്കായിട്ട് ദൈവത്തിനുമുമ്പിൽ കരങ്ങൾ ഉയർത്തുവാനായിട്ട്, കർത്താവേ എൻ്റെ അയൽക്കാരൻ്റെ, എൻ്റെ സഹോദരൻ്റെ, എൻ്റെ സഹോദരിയുടെ, എൻ്റെ കൂട്ടുകാരൻ്റെ ഒക്കെ വേദനകൾ നീ നീക്കണമേ, അവർക്ക് ആശ്വാസമേകണമേ, അവർക്ക് അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, അവർക്കായിട്ട് ദൈവത്തിനു മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുവാനായിട്ട് നമ്മൾ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സ്വാർത്ഥതകൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരല്ലേ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധി അമ്മ മാധ്യസ്ഥം വഹിക്കുകയാണ് അവർക്ക് വേണ്ടി. അവർക്ക് വീഞ്ഞില്ല, നീ മനസ്സായാൽ ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷിക്കുവാനായിട്ട്, കരകയറ്റുവാനായിട്ട് നിനക്ക് സാധിക്കും. പുത്രന്റെ പ്രതികരണം ഒന്നും നോക്കാതെ പരിശുദ്ധി അമ്മ പരിചാരകരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും ചെയ്യുവിൻ. പുത്രന്റെ പ്രതികരണത്തിലേക്കല്ല, പിന്നെയോ പരിശുദ്ധി അമ്മ അവരോട് പറയുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് തന്നെ നിങ്ങൾ ചെയ്യുവിൻ. തൻ്റെ ആ അപേക്ഷ സ്വീകരിക്കുമെന്ന്, പുത്രൻ സ്വീകരിക്കുമെന്ന് അമ്മയ്ക്ക് നല്ല നിശ്ചയമുണ്ട്. തന്നെ കേൾക്കാതെ തൻ്റെ പ്രിയപുത്രൻ പോകില്ല. അപ്പൊ അവിടെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ആ പരിചാരകരാണ്. അവൻ പറയുന്നത് പോലെ അവർ പ്രവർത്തിച്ചെങ്കിലേ അവിടെ ആ വീടിന് അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ദൈവപിതാവ് തന്റെ പുത്രനിലൂടെ നമ്മളോട് അരുൾ ചെയ്യുന്നവ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിവൃത്തിയാക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹം കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധി അമ്മ ഈശോ മിശിഹായുടെ അമ്മയായി തീർന്നതിലൂടെ ലോകത്തിന് വലിയൊരു അനുഗ്രഹം പ്രദാനം ചെയ്തു. എങ്ങനെയാണ് അമ്മ ദൈവപുത്രന്റെ മാതാവായിട്ട് തീർന്നത്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. ഈശോ മിശിഹാ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിവൃത്തിയാക്കുവാനായിട്ട് നമ്മൾ മനസ്സായെങ്കിൽ മാത്രമേ ദൈവ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഇടവരികയുള്ളൂ. പലപ്പോഴും പലരും പ്രാർത്ഥിക്കുവാനായിട്ട് പലയിടങ്ങളിലേക്ക് പോകും. ആവശ്യ നേരത്ത് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി നിരന്തരം പ്രാർത്ഥിക്കും. ചിലപ്പോഴൊന്നും ആ പ്രാർത്ഥന ഫലം കാണുകയില്ല. അപ്പോൾ നമ്മൾ പറയും ദൈവം അത്ര നല്ലവനൊന്നുമല്ല, കാരുണ്യവാനൊന്നും അല്ലെന്ന് പറയും.
ദൈവത്തിൻ്റെ കുഴപ്പമാണോ? ദൈവത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല. ആ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കുഴപ്പമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വരുത്തേണ്ട വിശുദ്ധീകരണം വരുത്തിയെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവാനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന വിശുദ്ധീകരണം നാം നിവൃത്തിയാക്കണം. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ നമ്മോട് ആവശ്യപ്പെടുന്ന നന്മ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായിട്ട് മാറുമെന്നതിന് യാതൊരു സംശയവുമില്ല. ആ പരിചാരകരോട് അവൻ പറഞ്ഞു, ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. ഈ കൽഭരണിയിൽ വെള്ളം നിറച്ചാൽ വെള്ളം എങ്ങനെ വീഞ്ഞായി മാറുമെന്നൊന്നും അവർ ഈശോയോട് ചോദിച്ചില്ല. അവൻ പറഞ്ഞു, അവർ ചെയ്തു, വെള്ളം വീഞ്ഞായി മാറി, ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുന്നവരായി തീരണമെന്നാണ് പരിശുദ്ധ അമ്മയും നമ്മോട് ആവശ്യപ്പെടുന്നത്. മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രിയപുത്രൻ്റെ സന്നദ്ധയിൽ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. എൻ്റെ മാധ്യസ്ഥം വഴി എൻ്റെ തിരുക്കുമാരൻ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്യണമെങ്കിൽ, അവൻ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കണമെങ്കിൽ, അവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആ വിശുദ്ധീകരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാക്കുക എന്ന് അനുദിനവും അമ്മ നമ്മുടെ ചെവികളിൽ മന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് തവർ ആവശ്യപ്പെടുന്ന ആ വിശുദ്ധീകരണം പൂർത്തിയാക്കുവാനായിട്ട്, അവിടുന്ന് ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തിക്കുന്നവരെ തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുമ്പോൾ, അമ്മയിലെ ആ വലിയ നന്മകൾ അനുവർത്തിക്കുന്നവരായിട്ട് തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് അമ്മയെ വിളിച്ചപേക്ഷിക്കുവാനായിട്ടും അമ്മയുടെ മക്കളാണ് നാം ഓരോരുത്തരുമെന്ന് പറയുവാനായിട്ടും അവകാശമുള്ളൂ. അമ്മയെപ്പോലെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ വേദനകളിലേക്ക് നമ്മുടെ നയനങ്ങളെ, നമ്മുടെ മിഴികൾ പതിപ്പിക്കുവാനായിട്ട്, അവർക്ക് ആശ്വാസമേകുവാനായിട്ട്, അവർക്ക് വേണ്ടി ദൈവതിരുസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുവാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തിക്കുന്നവരെ തീരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്നെ പ്രത്യുത്തരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവതിരുമനസ്സിന് വിധേയരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിൽ നിന്ന് കേട്ട വചനം വിശ്വസിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാനായിലെ കല്യാണവേളയിൽ ദൈവമഹത്വം വെളിപ്പെടുത്താൻ വഴിയൊരുക്കിയ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃക സ്വീകരിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവം വേദ്യമാക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിഷായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ റാഫേൽ ടട്ടിൽ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവ്വം സ്വീകരിക്കണമേ.
തിരുഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവ് ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പോലാത്മജനം ദിവ്യരോഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും ആര്യോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികൾക്കും പിതാവിന് ജനിച്ചവനും എല്ലാ സൃഷ്ടികളാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിന്റെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടികളുടെയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീഹായിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വരുന്ന സത്യാത്മാവും ജീവനുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനവും മാമോദീസായും ശരീരത്തിലേർപ്പും നിത്യായുസ്സും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരുടെ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവം തന്റെ അപേക്ഷകളേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും അങ്ങ് സമർപ്പിക്കുകയും ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടു കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും എൻ്റെ താപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതേപുരം നിന്ന് ഇവിടെ നിശ്ചയിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മോടൊത്തുണ്ടാകട്ടെ.
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദുരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടും. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹാ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങയ്ക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവൻ വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ
ചെയ്തത് നിങ്ങളെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് മൊഫായിക്കും, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജറാജ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും, ഞങ്ങളുടെ രൂപതാശ്രമ പിതാവുമായ മാർ റാഫേൽ മെത്രാനും എല്ലാ മെത്രാന്മാർക്കും, പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധി പ്രീതികരമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ നാമത്തിൽ വേറെ ഭിന്നിച്ചുമല്ല മരിച്ചവർക്കും, അങ്ങയുടെ കാരണത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ജനത്തിനും, പ്രത്യേകമായി ഇന്നത്തെ തിരുനാൾ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദേവജനത്തിനും, അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സ്വംശികായ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പരിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംസിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ റൂഹ എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാവധതയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യസമമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവ് വിശ്വസിയായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് വിശ്വസിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ക്ഷണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സുഖരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും
എന്നേക്കും. സമാധാനം നിങ്ങളോടു കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. എല്ലാ നിമിഷവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ശംസികായുടെ കൃപാവനും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. മനുഷ്യവംശത്തിന് മാതൃകയായ മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു. തിരുസുതനെ പ്രതി നിന്റെ നാമം മഹോന്നതമാകിയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സഹോദരരെ, ഹല്ലേലൂയ പാടിക്കൊണ്ട് മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മിശിഹായുടെ മാതാവാകുവാൻ ബസുകനികാമറിയത്ത് തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ പ്രസ്താവരഹസ്യത്തിൽ പൂർണ്ണമായി പങ്കുചേർന്ന പരിശുദ്ധ അമ്മയെ പോലെ മിശിഹാ രഹസ്യത്തിന്റെ ആഘോഷമായ കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ, സകലത്തെയും പവിത്രീകരിക്കുന്ന അമൂല്യമായ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹിമത്തിന് അർഹമാകട്ടെ. അവനീയമായ ധനത്തെ പ്രതി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതിയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
രക്ഷടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാന വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തൊഴിലെടുക്കുന്ന അവിടെ ക്രൂശിക്കപ്പെട്ട കണ്ണുകളെ മലിനാകാതെ കാക്കണമേ. അങ്ങേ വിലയിരുത്തൽ നാമങ്ങളെ നിർമ്മലമായി കാത്തോളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരത്വത്തിന്റെ മഹിമ അവരുടെ ഹൃദയങ്ങളെ ലോകസ്നർത്തുകയും വിഷ്ണുമായി കാത്തോളുകയും ചെയ്യണമേ. അങ്ങേരുടെ സ്നേഹം അവരെ ലോകം തന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷകർ ഈടുള്ള ആനന്ദവും ആശ്വാസവും പരിതന്റെ സൗഭാഗ്യത്തിന്റെ മൗലമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങയുടെ വൈദികരെ ശുശ്രൂഷയെ വിശദീകരിക്കണമേ. വൈദികരുടെ ആജ്ഞയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മിശിഹായിലെ സ്നേഹമുള്ളവരെ, ഇത് നമുക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പിച്ച് വചന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ജോർജ് നിലക്കലച്ചനാണ്. അച്ഛൻ ആനന്ദ് ഇടവകയിൽ സേവനം ചെയ്യുന്നു. അച്ഛനെ നിങ്ങളുടെ ഓരോരുത്തരെയും പേരിൽ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ സഹകാർമ്മികത്വം വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിൻസെൻ്റ് അച്ഛനെയും കൊയറിനെയും സഹ ശുശ്രൂഷകരെയും ഒക്കെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപരിസരം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.